നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആയുധപുരകൾ നിറച്ച് പോർവിമാനങ്ങൾ തയ്യാറാക്കി സൈന്യത്തെ സജ്ജമാക്കി ഇസ്രയേൽ. സമാധാന കരാറിൽ ഒപ്പിട്ട് ഇറാനുമായി കൈകൊടുത്ത് പിരിയാനാണ് അമേരിക്കൻ നീക്കമെങ്കിൽ കയറി അടിക്കാൻ കോപ്പുകൂട്ടി ജൂതപ്പട. പൂർണ്ണ യുദ്ധത്തിന് തയ്യാറായി ഇസ്രയേൽ നിൽക്കുന്നത് ട്രംപിനെ വലയ്ക്കുന്നു. ആത്മാഭിമാനത്തിന് മുറിവേറ്റത് എവിടെയൊക്കെയാണോ അവിടം തിരിച്ചു പിടിക്കണമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പ്രഖ്യാപിച്ചത് ചിലതൊക്കെ കണക്കുകൂട്ടിയാണ്. അതിന്റെ ആദ്യ സൂചനകൾ പുറത്ത്. ജെറുസലേമിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ അൽ-അഖ്സ പള്ളിയും ഡോം ഓഫ് ദി റോക്കും പിടിച്ചെടുക്കാൻ ഇസ്രയേൽ പദ്ധതി മെനയുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അൽ-അഖ്സയിലേക്ക് ജൂതപ്പട ഇരച്ചിറങ്ങാൻ പദ്ധതി മെനയുന്നു എന്നതോടെ വെറി പിടിച്ചു നിൽക്കുകയാണ് ഹമാസ്. ഇപ്പോൾ ടെഹ്റാനിൽ പരാതിയുമായി എത്തിയിട്ടുണ്ട് ഹമാസ് നേതാക്കൾ. ഇസ്രയേലിനെ പിടിച്ചുകെട്ടണമെന്ന് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹമാസ്. അൽ-അഖ്സയിൽ കൈവച്ചാൽ ഇസ്രയേലിൽ ആക്രമണം നടത്തണമെന്ന് IRGCയോട് ഹമാസ് തലവന്മാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യ വീണ്ടും കുരുതിക്കളമാകുന്നു എന്നുള്ള ആശങ്കയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഗാസയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. പള്ളി ലക്ഷ്യമാക്കി നീങ്ങുന്നതിന്റെ ലക്ഷണമാണിതെന്ന് ഹമാസ് ആരോപിക്കുന്നു. അൽ-അഖ്സ പിടിച്ചെടുക്കാൻ IDF നീക്കം നടത്തുന്നതായി ജോർദാനും ആരോപിക്കുന്നു. പ്രദേശത്ത് വലിയൊരു മതസംഘർഷത്തിന് ഇത് വഴിവെച്ചേക്കാം എന്ന കടുത്ത ആശങ്കയെ തുടർന്ന് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ അടിയന്തര യോഗം ജോർദാൻ വിളിച്ചു ചേർത്തു. അൽ-അഖ്സ കോമ്പൗണ്ടിൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് പ്രാർത്ഥനാ സ്വാതന്ത്ര്യമുള്ളത് എന്ന വർഷങ്ങളായുള്ള കരാർ ലംഘിച്ച് ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ വിഭാഗങ്ങളും മന്ത്രി ഇറ്റാമർ ബെൻഗ്വറിന്റെ നേതൃത്വത്തിലുള്ള സംഘവും അവിടെ തുടർച്ചയായി അതിക്രമിച്ചു കയറി പ്രാർത്ഥനകളും ആചാരങ്ങളും നടത്തുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. സമീപകാലത്തായി ഈ മേഖലയിൽ കൂടുതൽ തീവ്ര യഹൂദ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി പ്രത്യേക പോലീസ് യൂണിറ്റ് രൂപീകരിക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നത് തങ്ങളുടെ പരമ്പരാഗത അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമായി ജോർദാൻ കാണുന്നു. ഇത് കേവലം പ്രാദേശിക തർക്കമല്ലെന്നും ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങളെ ബാധിക്കുന്ന വലിയൊരു മതയുദ്ധത്തിലേക്ക് വഴിവെച്ചേക്കാമെന്നും ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമൻ സഫാദി മുന്നറിയിപ്പ് നൽകി. വെസ്റ്റ് ബാങ്കിൽ നിന്ന് പലസ്തീനികളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കാനുള്ള ഇസ്രയേൽ നീക്കത്തിലും ജോർദാന് ശക്തമായ ആശങ്കയുണ്ട്. നിലവിൽ ജോർദാനിലെ 1.15 കോടി വരുന്ന ജനസംഖ്യയിൽ പകുതിയിലധികവും പലസ്തീൻ അഭയാർത്ഥികളാണ്. ഇനിയും വൻതോതിൽ ജനങ്ങൾ നാടുവിട്ടെത്തുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയും ജനസംഖ്യാപരമായ സന്തുലിതാവസ്ഥയെയും ഗുരുതരമായി ബാധിക്കുമെന്ന് ജോർദാൻ ഭയപ്പെടുന്നു. പലസ്തീനികളെ നിർബന്ധിതമായി നാടുകടത്താനുള്ള ഏതൊരു ശ്രമവും തങ്ങളുടെ അന്തിമ അതിർവരമ്പാണെന്നും അത് തടയാൻ ഏതറ്റം വരെയും പോകുമെന്നും ജോർദാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഈ രാഷ്ട്രീയ വിയോജിപ്പുകളുടെ പേരിൽ ജോർദാനിലേക്കുള്ള കുടിവെള്ള വിതരണം ഇസ്രയേൽ പകുതിയായി കുറച്ചതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ സങ്കീർണമാക്കി. പലസ്തീനിൽ നിന്ന് അഭയാർത്ഥി ഒഴുക്കുണ്ടാകുമോ എന്ന് ഭയപ്പെട്ട് ജോർദാൻ ഇപ്പോൾ അതിർത്തി അടച്ചിരിക്കുകയാണ്. ശക്തമായ നിരീക്ഷണവും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ കടന്നുകയറ്റമാണ് നടക്കുന്നതെന്നും ഇതിനെതിരെ രാജ്യത്തിനകത്തു നിന്നും വൻ പ്രതിഷേധമാണ് ഉയരുന്നതെന്നും ജോർദാൻ പറയുന്നു. പാർലമെന്റിൽ വലിയ പ്രാതിനിധ്യമുള്ള ഉമ്മ പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇസ്രയേലിനെതിരെ കൂടുതൽ കർശനമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും അധിനിവേശം മുൻനിർത്തി ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിൽ കൊണ്ടുപോകുന്നതിനെതിരെ പ്രാദേശികമായി ശക്തമായ ജനവികാരമാണ് നിലനിൽക്കുന്നത്. തങ്ങളുടെ അതിർത്തിയിൽ വർദ്ധിച്ചു വരുന്ന ഈ പിരിമുറുക്കം ആഭ്യന്തര രാഷ്ട്രീയത്തെയും സുരക്ഷയെയും ഒരുപോലെ ബാധിക്കുന്നു എന്ന തിരിച്ചറിവിലാണ് ജോർദാൻ നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കുന്നത്. ഇതിനൊപ്പം തന്നെ രാജ്യത്തുള്ള US സൈനിക സാന്നിധ്യവും ജോർദാന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ US ഇറാൻ പോരാട്ടം രൂക്ഷമായ സാഹചര്യത്തിൽ ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ രാജ്യത്തെ നേരിട്ട് യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുമോ എന്ന ഭയത്തിലാണ് ജനങ്ങൾ ഉള്ളതെന്ന് ജോർദാൻ ഭരണകൂടം പറയുന്നു. അമേരിക്കൻ സൈന്യത്തെ രാജ്യത്ത് നിന്ന് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പ്രമുഖർ ഒപ്പിട്ട നിവേദനങ്ങൾ സർക്കാരിന് മുന്നിലെത്തിക്കഴിഞ്ഞു. മേഖലയിലെ ഇസ്രയേൽ നയങ്ങളും വിദേശ സൈനിക സാന്നിധ്യവും ഉയർത്തുന്ന ഇരട്ട ഭീഷണിയെ നയതന്ത്ര തലത്തിൽ മറികടക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഉള്ളതെന്നും ജോർദാൻ ഭരണകൂടം വാദിക്കുന്നു. ഇസ്രയേൽ കടന്നു കയറുകയാണെന്നും ഇതിനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നും അൽ-അഖ്സ പിടിച്ചെടുക്കാനുള്ള ഇസ്രയേലിന്റെ ഏതൊരു നീക്കത്തെയും ശക്തമായി എതിർക്കുമെന്നുമാണ് ഇപ്പോൾ ജോർദാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇസ്രയേൽ വാദിക്കുന്നത് അൽ-അഖ്സ പള്ളി നിൽക്കുന്ന സ്ഥലം ഞങ്ങളുടെ പുണ്യഭൂമിയാണ് എന്നാണ്.
ഈ അല്ലക്സയുടെ പേരിലാണ്, ജെറുസലേമിന്റെ പേരിലാണ് കാലാകാലങ്ങളായി ഇസ്രയേലും ഹമാസും തമ്മിൽ കൊടിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഗാസ എന്ന ആ ഒരു സിറ്റി തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു പള്ളിയുടെ പേരിൽ. ലോകത്തെ ഏറ്റവും സംഘർഷഭരിതമായ പുണ്യസ്ഥലം അതാണ് കിഴക്കൻ ജെറുസലേമിലെ അല്ലക്സ പള്ളി. ഇസ്ലാം മതത്തിൽ ഹറം അൽ ഷരീഫ് എന്നും ജൂതമത വിശ്വാസികൾക്കിടയിൽ ടെമ്പിൾ മൗണ്ട് എന്നും അറിയപ്പെടുന്ന അല്ലക്സ ഇരു മതങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം കൂടിയാണ്. മതപരമായ പ്രാധാന്യം കൂടാതെ പലസ്തീൻ ജനതയുടെ സംസ്കാരത്തിന്റെയും ദേശീയതയുടെയും പ്രതീകം കൂടിയാണ് അല്ലക്സ. പള്ളി പൊളിച്ച് അവിടെ പുതിയൊരു ജൂത ക്ഷേത്രം നിർമ്മിക്കണമെന്നാണ് തീവ്ര സയണിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. ക്രിസ്തീയ, ഇസ്ലാം, യഹൂദമത വിശ്വാസികൾക്ക് ഒരുപോലെ പ്രധാനപ്പെട്ട വിശുദ്ധ നഗരമാണ് ജെറുസലേം. മക്കയിലെ മസ്ജിദുൽ ഹറം, മദീനയിലെ മസ്ജിദുൽ നബവി എന്നിവ കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ വിശുദ്ധമായി കരുതുന്ന മൂന്നാമത്തെ പള്ളിയായി ജെറുസലേം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ അഖ്സ അറിയപ്പെടുന്നത്. മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ഒരു ആരാധനാ കേന്ദ്രമാണ് ഇവിടം. ഇറാൻ അതുകൊണ്ട് തന്നെയാണ് ആയുധം കൊടുത്ത് ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതി വിമതരെയും ഒക്കെ ഇസ്രയേലിന് നേർക്ക് അയക്കുന്നതിന്റെ പ്രധാന കാരണവും ഈ പള്ളി തന്നെയാണ്. 35 ഏക്കർ സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ജൂതർക്കും ഇവിടം വിട്ടുപോകാൻ കഴിയില്ല. തീവ്ര ജൂതപക്ഷക്കാർ ഈ പള്ളി പിടിച്ചെടുക്കണമെന്ന് പതിറ്റാണ്ടുകളായി ആവശ്യം മുന്നോട്ട് വെക്കുന്നതാണ്. 1967 അറബ് ഇസ്രയേൽ യുദ്ധത്തിൽ ജോർദാനിൽ നിന്ന് പഴയ നഗരം ഉൾപ്പെടെയുള്ള കിഴക്കൻ ജെറുസലേം ഇസ്രയേൽ പിടിച്ചെടുക്കുകയും അവ ഏകീകരിക്കുകയും ചെയ്തു. പിന്നീട് ഏകീകൃത ജെറുസലേമിനെ ഇസ്രയേൽ തങ്ങളുടെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചുവെങ്കിലും ആ നീക്കത്തിന് അന്തർദേശീയ തലത്തിൽ അംഗീകാരം ലഭിച്ചില്ല. പതിറ്റാണ്ടുകളായി അല്ലക്സ പള്ളിയുടെ ഭരണ നിർവഹണം നടത്തുന്ന ജോർദാൻ ധനസഹായം നൽകുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന വഖഫ് എന്ന ഇസ്ലാമിക ട്രസ്റ്റ് തന്നെ തുടർന്നും പള്ളിയുടെ നിയന്ത്രണം നടത്തിവരുന്നു. 1994 ഇസ്രയേൽ ജോർദാനുമായി ഉണ്ടാക്കിയ സമാധാന ഉടമ്പടി പ്രകാരമുള്ള ഒരു പ്രത്യേക ക്രമീകരണത്തിലൂടെയാണ് വഖഫ് ഭരണം നടത്തുന്നത്. ഇസ്രയേലിന്റെ സുരക്ഷാ സേന പള്ളിയുടെ ഭൂമിയിൽ അവരുടെ സാന്നിധ്യവും നിലനിർത്തുന്നു. വഖഫുമായുള്ള ഏകോപനത്തിലൂടെയാണ് അവർ പ്രവർത്തിക്കുന്നത്. മേൽ സൂചിപ്പിച്ച പ്രത്യേക ക്രമീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ യഹൂദർക്കും ക്രൈസ്തവർക്കും പള്ളി സന്ദർശിക്കാമെങ്കിലും മുസ്ലിങ്ങളെ പോലെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ല. ടെമ്പിൾ മൗണ്ടിന് ചുറ്റുമുണ്ടായിരുന്ന വലിയ താങ്ങു മതിലിന്റെ അവശേഷിപ്പായ പടിഞ്ഞാറൻ മതിലിന് സമീപമുള്ള വിശുദ്ധമായ പീഠഭൂമിക്ക് തൊട്ട് താഴെ നിന്ന് യഹൂദർ പ്രാർത്ഥിക്കാറുണ്ട്. അമുസ്ലിങ്ങൾക്കെതിരെയുള്ള വിവേചനം എന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്ന ഈ ക്രമീകരണത്തെ ചൊല്ലിയുണ്ടായ സംഘർഷം കാലക്രമേണ അക്രമാസക്തമായ നിലയിലേക്ക് വളരുകയും ഘോര യുദ്ധങ്ങളായി പരിണമിക്കുകയും ചെയ്തു. പള്ളിയുമായി ബന്ധപ്പെട്ട നിലവിലെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രയേൽ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇസ്രയേലിലെ ചില മതസംഘങ്ങൾ ഈ പള്ളിയിൽ പ്രാർത്ഥിക്കാനുള്ള അവകാശം വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഇറ്റാമിർ ബെൻഗോറിനെ പോലെയുള്ള തീവ്ര ജൂതർ ഈ പള്ളി വേണം എന്ന് കാലാകാലങ്ങളായി ആവശ്യം ഉന്നയിക്കുന്നതും ഇടയ്ക്കിടെ അവിടെ കയ്യേറി പ്രാർത്ഥന നടത്തുന്നതും. ഏപ്രിലിൽ ജോർദാന്റെ വിദേശകാര്യ മന്ത്രാലയം ഈ പള്ളിയിലേക്കുള്ള യഹൂദ സന്ദർശകരുടെ എണ്ണത്തിലുള്ള വർധനവ് നിലവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സ്ഥിതിഗതികൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഔപചാരികമായി പരാതി ഉന്നയിക്കുകയുണ്ടായി. 1990 ഒരു സംഘം യഹൂദ തീവ്രവാദികൾ ഒരു ആരാധനാലയത്തിന് വേണ്ടി പുരാതന കാലത്ത് നശിച്ചുപോയ 2 കല്ലിന് പകരം പുതിയൊരു മൂലക്കല്ല് സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഇതാണ് വലിയ കലാപത്തിന് വഴിവെച്ചതെന്ന് ഹമാസ് വാദിക്കുന്നു. ഹമാസ് യഹൂദ തീവ്രവാദികൾ എന്നാണ് വിളിക്കുന്നത്. തിരിച്ച് യഹൂദർ ഹമാസിനെ തീവ്രവാദികൾ എന്നാണ് വിളിക്കുന്നത്. അക്രമ സംഭവങ്ങളെ തുടർന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഇസ്രയേലിനെ അപലപിച്ചു. 2000 അന്നത്തെ ഇസ്രയേലിലെ പ്രതിപക്ഷ നേതാവും വലതുപക്ഷ രാഷ്ട്രീയ നേതാവുമായിരുന്ന ഏരിയൽ ഷാരോൺ യഹൂദരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പള്ളിയിൽ സന്ദർശനം നടത്തിയത് ഇസ്രയേലികളും പലസ്തീനികളും തമ്മിലുള്ള വ്യാപകമായ ആക്രമണത്തിന് തിരികൊളുത്തുകയുണ്ടായി. അതിനെ തുടർന്നാണ് സെക്കൻഡ് ഇൻതിഫാദ എന്നറിയപ്പെടുന്ന പലസ്തീൻ പ്രക്ഷോഭം ഉടലെടുത്തത്. 2017 3 അറബ് ഇസ്രയേലി പൗരന്മാർ 2 ഇസ്രയേലി പോലീസ് ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് പ്രതിസന്ധിക്ക് കൂടുതൽ ആക്കം കൂട്ടി. അതിനെ തുടർന്ന് ഇസ്രയേൽ അധികൃതർ പള്ളി ഉൾപ്പെടുന്ന പ്രദേശത്തേക്കുള്ള പ്രവേശനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും മെറ്റൽ ഡിറ്റക്ടറുകളും ക്യാമറകളും സ്ഥാപിക്കുകയും ചെയ്തു.
ഈ സുരക്ഷാ സന്നാഹങ്ങളെ ചൊല്ലിയുണ്ടായ അറബ് പ്രക്ഷോഭം ജോർദാനുമായുള്ള കൂടുതൽ അക്രമ സംഭവങ്ങളിലേക്ക് നയിക്കുകയുണ്ടായി. തുടർന്ന് അമേരിക്കയുടെ നയതന്ത്രപരമായ മധ്യസ്ഥതയിലൂടെ ഉണ്ടായ ഒത്തുതീർപ്പിന്റെ ഭാഗമായി അവിടെ നിന്ന് മെറ്റൽ ഡിറ്റക്ടറുകൾ നീക്കം ചെയ്തു. എന്നാൽ ഇസ്രയേൽ ആത്യന്തികമായി ആവശ്യപ്പെടുന്നത് അത് തങ്ങളുടെ പുണ്യഭൂമിയാണെന്നും ജെറുസലേമിനെ തങ്ങളുടെ തലസ്ഥാനമായി അംഗീകരിക്കുമെന്നും അതിനെ തലസ്ഥാനമായി ഇവർ വാഴ്ത്തുകയും ചെയ്തു. ജെറുസലേം പൂർണ്ണമായും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇസ്രയേലിന്റെ ആവശ്യം. കാരണം ഇസ്രയേൽ വാദിക്കുന്നത് അത് തങ്ങളുടെ പുണ്യഭൂമി എന്നാണ്. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ ഹമാസും ഗാസയും പലസ്തീനും നിൽക്കുകയാണ്. ഇത് തങ്ങളുടെ പുണ്യഭൂമി എന്ന് അവർ വാദിക്കുന്നു. ഇങ്ങനെ ഒരു പള്ളിക്ക് വേണ്ടി, ആ ജെറുസലേം എന്ന പ്രദേശത്തിന് വേണ്ടിയാണ് പശ്ചിമേഷ്യ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നതിലേക്ക് ആയുധം കൊടുത്ത് വീണ്ടും എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്നതിന് സമാനമായ നിലപാടുകളാണ് ഇറാൻ സ്വീകരിക്കുന്നത്. ഇറാൻ അവരുടെ പ്രോക്സികളെ ഇറക്കിക്കൊണ്ട് ഇസ്രയേലിനെ നാമാവശേഷമാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇറാൻ ഇല്ലാതാകണം, എന്നാലേ പശ്ചിമേഷ്യയിലെ ഇറാന്റെ പ്രോക്സികൾ അവസാനിക്കൂ എന്ന് ഇസ്രയേലിന് അറിയാം. അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിന്മാറാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ തങ്ങൾ ഇറങ്ങും എന്നുള്ള ഒരു പ്രഖ്യാപനം ഇപ്പോൾ ഇസ്രയേൽ നടത്തിയിരിക്കുകയാണ്. ഇറാനെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കാനാണ് പദ്ധതി എന്ന ട്രംപിന്റെ നിലപാട് തള്ളി ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് എന്നുള്ള റിപ്പോർട്ട് വരുന്നു. ഇറാനെ ആണവായുധം ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച് നെതന്യാഹു ആവശ്യമെങ്കിൽ ആരെയും എതിർക്കുമെന്നും പ്രഖ്യാപിച്ചു. ഹോർമുസ് തുറക്കാൻ ഉപാധികൾ മുന്നോട്ട് വെച്ച ഇറാൻ കടലിടുക്ക് കൈകാര്യം ചെയ്യാനുള്ള ബില്ലിന്റെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി. അമേരിക്കയ്ക്ക് വേണ്ടി ആയുധ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പെന്റഗൺ നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിലും ഗാസ സമാധാന പദ്ധതിയിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പൂർണ്ണമായും തള്ളുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാനെ ആണവായുധം ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച നെതന്യാഹു ആവശ്യമെങ്കിൽ എവിടെയും കയറി ആക്രമിക്കുമെന്നും ആരെയും എതിർക്കും എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതും ഡൊണാൾഡ് ട്രംപിനെ ഇനി അനുസരിക്കാൻ പോകുന്നില്ല എന്നുള്ള മുന്നറിയിപ്പാണ്. ആക്രമണം കുറിച്ച് ഇറാനെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കി കരാറിലെത്തിക്കാൻ നിർബന്ധിതരാക്കുകയാണ് പദ്ധതിയെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യങ്ങളും അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ല. ഇനി യുദ്ധവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലല്ല അമേരിക്കയുള്ളത്. രാജ്യത്ത് ഇപ്പോൾ വലിയ പ്രതിഷേധം ട്രംപിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടതുൾപ്പെടെ ട്രംപിന് നേരെ വലിയ പ്രതിഷേധങ്ങളുമായിട്ട് ജനം ഇറങ്ങിയതോടെ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ ആക്രമണം തുടരുമെന്ന വാർത്തകൾക്കിടെ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി നിർണായക നീക്കങ്ങൾ ആരംഭിച്ചു. ഇറാന്റെ ഉന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മുഹമ്മദ് ബാഗർ സോൽഖാദിറിനെ മാറ്റി. സോൽഖാദിറിനെ മൊജ്തബയുടെ രാഷ്ട്രീയ ഉപദേശകനായും നിയമിച്ചു. IRGC മുൻ കമാൻഡർ മൊഹസിൻ റസായി ആണ് സുരക്ഷാ കൗൺസിലിന്റെ പുതിയ സെക്രട്ടറി. ഇറാൻ ഇപ്പോൾ ദുർബലമായി നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇറാനെ കയറി അടിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ വാക്കും കേട്ട് എന്തിന് അവരുടെ താളത്തിന് തുള്ളാൻ നിൽക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഇസ്രയേലിൽ നിന്ന് ഉയരുന്നത്. എന്നാൽ ഇസ്രയേലിൽ ബെഞ്ചമിൻ നെതന്യാഹു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ്. തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു താഴെ പോകും എന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. അതിനു മുൻപ് തന്നെ എന്തെങ്കിലുമൊക്കെ നടത്തി അധികാരം നിലനിർത്തുക എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഇറാനെ കയറി അടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം തലപ്പത്ത് താൻ ഇല്ല എങ്കിൽ ഇസ്രയേലിനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പൊതുപ്രതീതി ഉണ്ടാക്കാനാണ് ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇസ്രയേലിൽ ഉണ്ടായ ഏറ്റവും വലിയ നാണക്കേട് 2023 ഒക്ടോബർ 7 നടന്ന ഹമാസ് ആക്രമണമാണ്. ആ ആക്രമണം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വലിയ പിഴവും പിടിപ്പുകേടുമാണെന്ന് രാജ്യത്തുള്ളവർ തീവ്ര വലതുപക്ഷക്കാർ ആരോപിക്കുന്നുണ്ട്. ഭരണത്തിന്റെ തലപ്പത്തിരിക്കാൻ ഒരു തരത്തിലും ബെഞ്ചമിൻ നെതന്യാഹു യോഗ്യനല്ല എന്നുള്ള ഒരു കടുപ്പിച്ച തീരുമാനം തീവ്ര വലതുപക്ഷക്കാർ എടുത്തിട്ടുമുണ്ട്. ഇതിന് മറുപടി കൊടുക്കുക, ഇറാനെ മുച്ചൂടും മുടിക്കുക. കാരണം അന്നത്തെ ആക്രമണത്തിന്റെ സൂത്രധാരന്മാർ ഇറാനാണ്. അതിൽ ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെയുള്ളവരെ തീർത്തെങ്കിലും ഇറാൻ ഇപ്പോഴും ഇസ്രയേലിനെ തീർക്കുന്നതിന് വേണ്ടി കാത്തുകെട്ടി നോക്കിയിരിക്കുകയാണ്. ഇറാന്റെ പ്രോക്സികൾ പൂർണ്ണമായും നശിച്ചിട്ടുമില്ല. ഇപ്പോഴും അവർ പല ഭാഗത്തായി തലപൊക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു ഇറാനെ തീർത്തേ ഞങ്ങൾ അടങ്ങൂ എന്ന്, എന്നിട്ടേ പിന്നോട്ടേക്ക് പോകൂ എന്ന്. എന്നാൽ ഇപ്പോഴും ഇറാനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല. ഇറാനെ ഇനിയും വിട്ടുവെച്ചാൽ വീണ്ടും ഇസ്രയേലിന് നേരെ ആക്രമണങ്ങളുമായി, ചാവേർ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള തീക്കളികളുമായിട്ട് ഇറങ്ങും എന്ന് ഇസ്രയേലിന് അറിയാം. ഈ ഒരു ഘട്ടത്തിൽ
ഇറാന്റെ ഇപ്പോഴത്തെ തലപ്പത്തുള്ളവർ കുറച്ച് റിബലാണ്. പ്രത്യേകിച്ച് IRGC എന്ന അവരുടെ സൈന്യം എന്ത് തരത്തിലുള്ള ആക്രമണത്തിനും തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ കൂടി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. എന്നാൽ എങ്ങനെയെങ്കിലും സമാധാന കരാറിൽ ഒപ്പുവെപ്പിച്ച് യുദ്ധം അവസാനിപ്പിക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അതിന് ശ്രമിച്ചാലും ഞങ്ങൾ അടങ്ങാൻ പോകുന്നില്ല എന്ന് ഇസ്രയേൽ വാദിക്കുന്നു. തൃശങ്കുവിലായിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ്. ഇസ്രയേൽ യുദ്ധവുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. ജൂതരെ തള്ളിപ്പറയുക ഒരു കാലത്തും അമേരിക്കയ്ക്ക് ഇനി സാധിക്കാത്ത കാര്യമാണ്. കാരണം അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയുടെയും അതുപോലെ തന്നെ ഭരണകാര്യങ്ങളുടെയും ഒരു നട്ടെല്ലായി ജൂതരാഷ്ട്രം മാറിയിട്ടുണ്ട്. ജൂതന്റെ ബുദ്ധി ചെറുതല്ല. അമേരിക്കയ്ക്ക് അവരെ വിട്ടുകളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ ഒരേ ഒരു ആവശ്യം ഇറാനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. എന്നാൽ ആ ഒരു ആഗ്രഹത്തിലേക്ക്, ആ ഒരു ആവശ്യത്തിലേക്ക് ഇസ്രയേൽ തുനിഞ്ഞിറങ്ങുമ്പോൾ പശ്ചിമേഷ്യ കത്തി അമരും. കാരണം ചെറിയൊരു രാജ്യമൊന്നുമല്ല ഇറാൻ. അവർ തീക്കളിക്ക് മുതിരും. വലിയ പ്രതിസന്ധിയിലേക്കാണ് പശ്ചിമേഷ്യ വീണിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.